ഹായ് ചിൽഡ്രൻ, മലയാളം ഇഷ്ടത്തോടെ പഠിക്കാൻ റെഡിയാണല്ലോ. ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ പഠിപ്പിക്കും. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പാഠം പ്രകൃതി പാഠങ്ങൾ. 20-ാം നൂറ്റാണ്ടിൻ്റെ സൂക്ഷ്മവും സങ്കീർണവുമായ ഹൃദയതാളം ആവിഷ്കരിച്ച കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ലോകം തന്നെ ആകെ മാറിപ്പോയ കാലമായിരുന്നു അത്. ആ പരിവർത്തനങ്ങൾ ആഴത്തിൽ കേരളീയ സമൂഹത്തെയും മാറ്റിമറിച്ചു. അനുഭവത്തെയും വിചാരത്തെയും ലോകബോധത്തെയും അത് ആകെ ഇളക്കിമറിച്ചു. പുതിയ കാഴ്ചപ്പാടുകളും ജീവിത സമീപനവും രൂപപ്പെട്ടു. സാമൂഹികവും വൈയക്തികവുമായ തലങ്ങളിലുണ്ടായ ഈ ചലനങ്ങളോടൊപ്പം ഗാഢമായി പ്രതികരിച്ച കവിയാണ് വൈലോപ്പിള്ളി. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഓരോന്നും ഇത്തരം ലോകാനുഭവത്തിൻ്റെ സാന്ദ്രമുദ്രകൾ പതിഞ്ഞവയാണ്. പ്രത്യക്ഷതലത്തിൽ വൈലോപ്പിള്ളിയുടെ കവിതകളുടെ അടിയാധാരമായി വർത്തിച്ചത് മാനവികതാബോധമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യദശകങ്ങളിൽ കേരളീയ സമൂഹത്തെ ഉന്മിഷത്താക്കിയ പുരോഗമനോന്മുഖമായ ചലനങ്ങളുടെ പിന്നിലെ പ്രമുഖ പ്രേരണാശക്തിയുമായിരുന്നു അത്. മനുഷ്യരുടെ കർമ്മശേഷിയുടെയും ലോകത്തെ മാറ്റിപ്പണിയാനുള്ള ഇച്ഛയുടെയും മഹത്വാകാംക്ഷയുടെയും ഒക്കെ ഇഴകൾ കലർന്നതാണ് കാഴ്ചപ്പാട്. അതിൻ്റെ വൈവിധ്യ സാധ്യതകളെ സാക്ഷാത്കരിച്ചതുകൊണ്ടാണ് വൈലോപ്പിള്ളിയുടെ കവിത ജീവിത മഹത്വത്തിൻ്റെയും മാനവികതാ ബോധത്തിൻ്റെയും കൊടിപ്പടം ഉയർത്തിയത്. അതിൻ്റെ ഒരു മുഖം പ്രകൃതിയെ കീഴ്പ്പെടുത്തി മുന്നേറുന്ന മനുഷ്യൻ്റേതാണ്. പ്രകൃതിയെ തൻ്റെ സൗകര്യാർത്ഥം സ്വന്തം നിർമ്മിതികളിലൂടെ മാറ്റിത്തീർത്താണ് മനുഷ്യൻ അവൻ്റെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത്. ഒപ്പം അത്തരം കീഴടക്കലുകളിലൂടെ അവൻ്റെ സാഹസികതാ ബോധത്തിന് സന്ദർപ്പണം ലഭിക്കുകയും ചെയ്തു. ഏതു മഹാപർവ്വതത്തെയും വെല്ലാൻ കഴിയുന്നതും ഏത് അഗാധ സാഗരത്തെയും മുറിച്ചു കടക്കാൻ ശേഷിയുള്ളതും ഏതു മഹാവിപിനത്തിൻ്റെയും രഹസ്യഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ പ്രാപ്തിയുള്ളതുമായ മനുഷ്യൻ്റെ മാനസിക ശക്തിയുടെ വിളംബരമായി തീർന്നു ആ ഗണത്തിൽപ്പെടുത്താവുന്ന വൈലോപ്പിള്ളി കവിതകൾ. കൊളോണിയൽ ആധുനികതയുടെ സംക്രമണ ഫലമായി രൂപപ്പെട്ടുവന്ന കാഴ്ചപ്പാടായിരുന്നു അത്. മനുഷ്യ പുരോഗതിയുടെ ആവിവണ്ടിക്ക് ഊളിയിട്ടോടാൻ മല തുരക്കുന്നതിനിടയിൽ പ്രാതികൂല്യങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോഴും മർത്യവീര്യമീ അദ്രിയെ വെല്ലും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത് അതുകൊണ്ടാണ്. നവോത്ഥാന ചിന്തകളോട് ബന്ധപ്പെട്ട് വ്യാപകമായി തീർന്ന യൂറോ കേന്ദ്രിതമായ മാനവികതാ സങ്കല്പത്തിൻ്റെ ഇത്തരം ആഖ്യാന രൂപങ്ങൾ വൈലോപ്പിള്ളിയുടെ ആദ്യകാലത്തെ പല കവിതകളിലും ചിതറിക്കിടപ്പുണ്ട്. ആ മാനവികതാ സങ്കല്പങ്ങളെ കേരളീയ സാഹചര്യങ്ങളിൽ നിർദ്ധാരണം ചെയ്യുകയായിരുന്നു വൈലോപ്പിള്ളി. അതിൻ്റെ കാതൽ മനുഷ്യന് ഭൂമിയുടെയും പ്രകൃതിയുടെയും മേൽ ചില സവിശേഷാധികാരങ്ങളുണ്ട് എന്ന വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ കേന്ദ്രത്തിൽ വർത്തിക്കുന്ന മനുഷ്യൻ ഭൂമിയെയും ഇതര ജീവജാലങ്ങളെയുമെല്ലാം തൻ്റെ ഭൗതിക സൗകര്യത്തിനു വേണ്ടി വിനിയോഗിക്കുന്ന ഒരു അതിമാനുഷനാണ്. കാട് നാടാക്കുന്നവർ, പുഴയെ അണകെട്ടി മെരുക്കുന്നവർ, കുന്നും കുഴിയും നിരത്തി സമതലമാക്കുന്നവർ, ജലസ്ഥാനങ്ങളെ വരൽ പറമ്പാക്കുന്നവർ, പ്രകൃതിക്ക് മേൽ നിർമ്മിതികൾ കൊണ്ട് കോട്ട കെട്ടുന്നവർ, അതായിരുന്നു ആ മനുഷ്യർ. കാടിനെ നാടാക്കുകയും ക്രമേണ നാടിനെ നഗരമാക്കുകയും ചെയ്യുന്ന വികസന വീക്ഷണത്തിൻ്റെ സ്ഫുരണങ്ങൾ ഇവിടെ കാണാം. കാളവണ്ടി യുഗത്തിൽ നിന്ന് സ്പുട്നിക് യുഗത്തിലേക്കുള്ള കുതിപ്പിനെയാണ് അത് ലക്ഷ്യമാക്കുന്നത്. ആ കുതിപ്പിൻ്റെ ബാഹ്യാഹ്ലാദാരവങ്ങൾക്കിടയിൽ അടിസ്ഥാന തലത്തിൽ സംഭവിക്കുന്ന നഷ്ടത്തെക്കുറിച്ചും അപജയത്തെക്കുറിച്ചും അറിയാതെ പോകുന്നു. ഈ പ്രക്രിയ നഗരവൽക്കരണത്തിൻ്റേതാണ്. അത് പ്രകൃതിയുടെ സ്വാഭാവികതയെ മുടിക്കുന്നു. നഗരങ്ങൾ ഗ്രാമങ്ങളെ വിഴുങ്ങുകയും എച്ചിൽ പറമ്പുകളാക്കി മാറ്റുകയും ചെയ്യുന്നു. എൻ്റെ ഗ്രാമം എന്ന കവിതയിൽ അത് വൈലോപ്പിള്ളി നേർത്ത രേഖകളിൽ വരച്ചിടുന്നുണ്ട്. കൊച്ചി നഗരം ഇടപ്പള്ളി എന്ന സമീപ ഗ്രാമത്തെ വിഴുങ്ങുന്നതിൻ്റെ 6 പതിറ്റാണ്ട് മുമ്പുള്ള ചിത്രമാണത്. പിൽക്കാലത്ത് അത്തരമൊരു നഗരഗ്രാസത്തിൻ്റെ ഫലമായി ഒരു നാട്ടിൻപുറം എച്ചിൽ പറമ്പായി മാറുന്ന ഭീഷണ ചിത്രം ആലാഹയുടെ പെൺമക്കളിൽ വരച്ചിട്ടത് കണ്ടപ്പോൾ വൈലോപ്പിള്ളിയുടെ ഈ ഗ്രാമചിത്രം ഓർത്തുപോയി. യാണിവിടത്തിൽ തെങ്ങുനെല്ലുകൾ കൂട്ടുപിരിയാതൈശ്വര്യത്തിൽ മത്സരിക്കുന്നുണ്ടെന്നും കുറച്ചു വെൺമാടത്തിൽ വിരിവു സൗഭാഗ്യങ്ങൾ കുളത്തിൽ ചെന്താമര കളത്തിൽ മാടപ്രാവും എങ്കിലും അസത്യത്തിൻ കണ്ണുകുത്തുവാൻ കൂർത്തോരെൻ്റെ തൂലികയെല്ലാം വരച്ചു കാണിക്കട്ടെ. നഗരവൽക്കരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന അനിവാര്യമായ മലിനീകരണം ആന്തരിക ജീവിതത്തെയും സ്പർശിക്കുന്നു.
മനുഷ്യന് സമൃദ്ധവും മെച്ചപ്പെട്ടതുമായ ഭൗതിക ജീവിതം ഉണ്ടാകണം എന്നാഗ്രഹിച്ച് പരിവർത്തനങ്ങളെ സ്വാഗതം ചെയ്യുമ്പോഴും അതിൻ്റെ അപരതലത്തിൽ രൂപപ്പെടുന്ന ജീർണതകളെയും മാലിന്യങ്ങളെയും ഇടർച്ചകളെയും വേദനകളെയും കവിക്ക് കാണാതിരുന്നുകൂടാ. എന്നാൽ അതൊക്കെയും കാണുമ്പോഴും മാനവികതാബോധം പകർന്ന മനുഷ്യശക്തിയിലുള്ള വിശ്വാസത്തിൻ്റെ ശുഭദർശനശീലം ഉയർന്നിൽക്കുന്നു. ഈ ലഹളയിൽ സ്വൈരജീവിത ഗീതത്തിൻ്റെ താളവും ലയവും പോയി നമ്മൾ അമ്പരന്നാലും. ആ ശുഭദർശനശീലം യുഗപരിവർത്തന ഘട്ടത്തിൽ കവി കൈവിടുന്നില്ല. എങ്കിലും വികസനത്തിൻ്റെയും അതുവഴി പ്രകൃതി ധ്വംസനത്തിൻ്റേതുമായ ആ മാറ്റത്തെ അപ്പാടെ പിന്തുണയ്ക്കുന്നു. വൈലോപ്പിള്ളി എന്ന് പറയാനാവില്ല. മാത്രമല്ല ക്രമേണ അതിനെ കൂടുതൽ വിമർശനാത്മകമായി കാണുന്ന രീതി ശക്തമാകുകയും ചെയ്യുന്നു. എല്ലാ മനുഷ്യനു വേണ്ടി എന്ന കാഴ്ചപ്പാടിൽ നിന്ന് പ്രകൃതിയുടെ നിലനിൽപ്പ് മനുഷ്യൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന തിരിച്ചറിവിലേക്കുള്ള മുന്നേറ്റമാണ് പിൽക്കാലത്ത് ശക്തമാകുന്നത്. മാനവികതാബോധത്തിൻ്റെ അടിസ്ഥാന ശ്രുതി നിലനിൽക്കുമ്പോൾ തന്നെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ലയാത്മകവും സന്തുലിതവുമായ ബന്ധത്തിൻ്റെ ആവശ്യകതയിലേക്കാണ് 80കളിൽ വൈലോപ്പിള്ളി കവിത ജാഗരൂകമാകുന്നത്. അവയിൽ എന്നും ആന്തരിക ധാരയായി വർത്തിച്ചിരുന്ന രാഷ്ട്രീയ ബോധത്തിൻ്റെ സൂക്ഷ്മതലത്തിലുള്ള വികാസമാണ് ഈ ഘട്ടത്തിലെ രചനകളിൽ കാണുന്നത്. സാഹിത്യത്തിലെ ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ പ്രഭാവകാലത്തിനു ശേഷം മലയാള സാഹിത്യത്തിൽ വികസിച്ചു വന്ന കാഴ്ചപ്പാടുകളിൽ പ്രമുഖമായ ഒന്നായിരുന്നു ഈ പാരിസ്ഥിതിക വിവേകം. അത് മനുഷ്യനെ പ്രകൃതിയെ കീഴ്പ്പെടുത്തുന്നവൻ എന്ന നിലയിൽ നിന്ന് പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്നവൻ എന്ന നിലയിൽ പുനർവ്യാഖ്യാനിച്ചു തുടങ്ങി. മനുഷ്യൻ്റെ ആർത്തി സംസ്കാരം ഭൂമിയെ ജീവിതവ്യമല്ലാതാക്കി തീർക്കുന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ സജീവമായി. വൈലോപ്പിള്ളിയുടെ മൃതസഞ്ജീവനി എന്ന കാവ്യനാടകം ഈ സമീപനത്തെ വാച്യമായി തന്നെ അവതരിപ്പിക്കുന്ന കൃതിയാണ്. അതിലെ കഥാപാത്രം കിനാവിൽ കേൾക്കുന്ന പൊഴിയുടെ തോറ്റത്തിൽ അതിൻ്റെ വികാര വിചാരങ്ങളെല്ലാം വിലയിച്ചിരിക്കുന്നു. കവി പാടി വാഴ്ത്തും പഠിക്കു ഞാൻ പണ്ടഴകാർന്ന തേനൊഴുക്കായിരുന്നു എങ്കിലേ വൻകൊടുനീരൊഴുക്കും കമ്പിനി വന്നതാണെൻ ദുരന്തം. സ്നാനപാനങ്ങളപായമായി ഞാനൊരു പൂതനയായി മാറി പൊടിമീനിനങ്ങളും ചത്തുപൊങ്ങി വിടവാങ്ങി കൊറ്റികൾ വിട്ടുപോയി. അകലയൻ തണ്ണീരടിച്ച കോളിൽ തവളകൾ ഞാണൂൽ തവഞ്ഞ് ഞണ്ടും മൃതിപെട്ടു പൊങ്ങുന്നു നേർക്കു കാൺമോരതി കഷ്ടമെന്നകം നൊന്തു നിൽപ്പു. ഇവിടെ ചെകുത്താനെ കൂട്ടുചേർത്തും വ്യവസായം വേണമെന്നാണു വാദം. അവസാനം മൃത്യുവിൻ കാളകൂട വ്യവസായം മാത്രം ഇരമ്പി നിൽപ്പു. ഒരു കൊച്ചു കാലുമിക്കാളിയെൻ്റെ തല തച്ചു പായിക്കാനില്ലയെന്നോ എന്നിങ്ങനെ ജീവന്റെ നിലനിൽപ്പ് തന്നെ അസാധ്യമാക്കുന്ന തരത്തിലേക്ക് വികസിക്കുന്ന കണ്ണും മൂക്കുമില്ലാത്ത വ്യവസായവൽക്കരണത്തെ വിമർശന വിധേയമാക്കുന്നു ഇവിടെ. വൻകിട അണക്കെട്ടുകൾ കാട്ടിലെ പരമ്പരാഗത താമസക്കാരെ കുടിയിറക്കി വിടുന്നതിൻ്റെയും വേരുകളറ്റ ജനങ്ങളായി അവർ ചിതറി നശിച്ചു പോകുന്നതിൻ്റെയും ചിത്രങ്ങളും അതോടുകൂടി ചേരുന്നു. പുരയ്ക്ക് തീപിടിക്കുമ്പോൾ വാഴ വെട്ടുന്നത് പോലെ ഇതിനിടയിൽ കൊള്ളലാഭം നേടാനായി വനം വെട്ടി തടി കടത്തുന്നവരുടെ അത്യാർത്തിയുടെ ചിത്രണവും ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്ന നീതിപാലകരുടെ ആലേഖനവും ഈ കാവ്യനാടകത്തിലുണ്ട്. ഇതെല്ലാം കൂടി കീഴാള ജനതയെയും പെൺമയെയും പ്രകൃതിയെയും ക്രൂരമായി ചൂഷണം ചെയ്യുന്നതിൻ്റെ ഭീഷണ ചിത്രം വെളിപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് സമൂഹം പരിണമിച്ചതിൻ്റെ ഉത്കണ്ഠകൾ മുതിർന്നു നിൽക്കുമ്പോഴും അവിടെ മനുഷ്യൻ കവിതയുടെ കേന്ദ്രസ്ഥാനത്തുണ്ട്. ഈ നിലയിൽ ജീവന്റെ അതിജീവനം പോലും സന്നിഗ്ധമായിരിക്കെ മനുഷ്യന്റെ സ്ഥിതി എന്താണ് എന്ന ഉത്കണ്ഠയാണ് വൈലോപ്പിള്ളിയെ നയിക്കുന്നത്. തൻ്റെ കാവ്യജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഉയർത്തിപ്പിടിച്ച മാനവികതാബോധം കുറെ കൂടി സൂക്ഷ്മവും യാഥാർത്ഥ്യനിഷ്ഠവും ആകുകയാണിവിടെ.